Hi friends, welcome to all. Today we are going to start our second chapter. The Leaf Two Has to Say. This is our chapter's name. I hope you all are ready to learn this chapter. So, I am going to take a small portion from this chapter. Are you ready? Chapter 2 The Leaf Two Has to Say. Children, look at this picture from your chapter. What can you see? A teacher and some students are there, isn't it? What are they doing? Let us watch. Suma teacher and her students are preparing to transplant the vegetable seedlings they had sown. എന്താണ് അവർ ചെയ്യുന്നത്? സുമ ടീച്ചറും കുട്ടികളും എന്താ ചെയ്യുന്നത്? പ്രിപ്പയറിംഗ് ടു ട്രാൻസ്പ്ലാന്റ് ദ വെജിറ്റബിൾ സീഡ്ലിങ്സ് ദേ ഹാഡ് സോൺ. അതായത് അവരുടെ സ്കൂളിൽ അവർ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാകി മുളപ്പിച്ച തൈകൾ അവർ പറിച്ച് മാറ്റി നടുകയാണ്. മനസ്സിലായോ? നമ്മൾ ആദ്യം തന്നെ പച്ചക്കറി തൈകളൊക്കെ എന്താ ചെയ്യുക? പച്ചക്കറി വിത്ത് പാകി മുളപ്പിച്ചതിന് ശേഷം അത് മുളയായി വന്നു കഴിഞ്ഞാൽ അത് തൈയായിട്ട് വളർന്നു കഴിഞ്ഞാൽ നമ്മളത് മാറ്റി പറിച്ച് കുഴിച്ചിടും അല്ലേ? അത് തന്നെയാണ് ഇവിടെ സുമ ടീച്ചറും കുട്ടികളും ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ പറയാണ്, ചിൽഡ്രൻ വാട്ടർ ദ പിറ്റ്സ് വെൽ ആൻഡ് അപ്രൂവ് ദ സാപ്ലിങ്സ് കെയർഫുള്ളി വിത്തൗട്ട് ബ്രേക്കിംഗ് ദെയർ റൂട്ട്സ് സെഡ് ദ ടീച്ചർ ടു ദ ചിൽഡ്രൻ. എന്താ പറഞ്ഞത്? കുട്ടികൾ പച്ചക്കറി തൈ പറിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിൻ്റെ വേര് പൊട്ടിപ്പോവാതെ, അത് ഒടിഞ്ഞു പോവാതെ അല്ലേ, നമ്മൾ വൃത്തിയിൽ വളരെ കരുതലോടു കൂടി വേണം തൈ പറിച്ചെടുക്കാൻ. അതാണ് ടീച്ചർ പറഞ്ഞത്. അപ്പം അങ്ങനെ പറിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തൈ പൊട്ടിപ്പോവാതെ, വേര് പൊട്ടിപ്പോവാതെ ഒരു തൈ പറിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ പിറ്റ്സ്, അതിൻ്റെ തടം നന്നായിട്ട് നനച്ചിട്ട് നല്ല മെല്ലെ ഇളക്കി എടുത്താൽ മതി അല്ലേ? അതാണ് ടീച്ചറും പറഞ്ഞത്. റൂട്ട് പൊട്ടിപ്പോവാതെ, വേര് പൊട്ടിപ്പോവാതെ തടത്തിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് മെല്ലെ ഇളക്കി എടുക്കാനാണ് പറഞ്ഞത്. The children examined the saplings to check whether the roots were damaged. എന്താണ് അവർ ചെയ്യുന്നത്? അപ്പോൾ കുട്ടികൾ മെല്ലെ ഇത് പറിച്ചെടുക്കുകയാണ്. പറിച്ചെടുക്കുന്നതോടൊപ്പം അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ത്? ഈ തൈകളുടെ വേരെങ്ങാനും പൊട്ടിപ്പോയോ എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ഓരോ തൈ പറിക്കുമ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചാണ് പറിക്കുന്നത്. ടീച്ചർ, the roots of the vegetable saplings and the muttanga growing between them are not similar, are they? ബിബീഷ് ആസ്ക്ഡ്. അപ്പോൾ കൂട്ടത്തിൽ ഒരു ബിബീഷ് ഉണ്ടായിരുന്നു. ബിബീഷ് ചോദിക്കുകയാണ്, ടീച്ചർ, ദ റൂട്ട്സ് ഓഫ് ദ വെജിറ്റബിൾ സാപ്ലിങ്സ് ആൻഡ് ദ മുത്തങ്ങ ഗ്രോവിങ് ബിറ്റ്വീൻ ദം ആർ നോട്ട് സിമിലർ, ആർ ദേ? എന്താ ചോദിച്ചത്? ടീച്ചറേ, ഈ പച്ചക്കറി തൈകൾ ഞാൻ പറിച്ചെടുത്തപ്പം അതിൻ്റെ വേരും ഇതിൻ്റെ ഇടയിൽ കുറേ മുത്തങ്ങ വളർന്നു നിൽപ്പുണ്ടല്ലോ, ഇതിൻ്റെ വേരും രണ്ടും സെയിം അല്ലല്ലോ, ഒരുപോലെ അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്താ മുത്തങ്ങ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചെടികൾ എന്തെങ്കിലുമൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വളരുന്ന ഒരു തരം കള പോലെയുള്ള ഒരു ചെടിയാണ് മുത്തങ്ങ അല്ലേ? അപ്പം ഈ മുത്തങ്ങയുടെ വേരും നമ്മൾ ഈ പറിച്ചെടുത്ത പച്ചക്കറിയുടെ വേരും, പച്ചക്കറി തൈകളുടെ വേരും ഒരുപോലെ അല്ലല്ലോ എന്ന് ബിബീഷ് ചോദിക്കുകയാണ്. ഇപ്പം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ കൂട്ടുകാരെ? ചിൽഡ്രൻ, please listen. You can see 2 saplings are here. 2 saplings. Okay. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചതാണ്. ഇതൊരു ചെറിയൊരു മുളകിൻ്റെ തൈയാണ്. ഇതാണ് മുത്തങ്ങ. നമ്മൾ ബിബീഷ് പറഞ്ഞ മുത്തങ്ങ കണ്ടോ? നിങ്ങൾ തോട്ടത്തിൽ, നിങ്ങളെ മുറ്റത്തൊക്കെ ഉണ്ടാവും, ഈ പച്ചക്കറിയിലോ ചെടി നട്ടിടത്തിലൊക്കെ ഒരു കള പോലെ വളരുന്ന ഒരു ചെടിയാണ്. ഇതാണ് മുത്തങ്ങ. കണ്ടോ? അപ്പം ഈ 2 ചെടി ഇങ്ങനെ ഓരോ പച്ചക്കറി ചെടി പറിച്ചപ്പോഴാണ് ബിബീഷ് പറഞ്ഞത്, ഇതിൻ്റെ വേരുകൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ ടീച്ചറേ. കണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? നോക്കൂ, ഫസ്റ്റ് തന്നെ നമ്മൾ മുളക് ചെടിയുടെ
മുളക് തൈയുടെ വേരുകൾ നോക്കാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? You can see a thick main root is seen growing from the base of the stem. അല്ലേ? ഈ തണ്ടിൻ്റെ തൊട്ടടിയിൽ നിന്നും നല്ല കട്ടിയുള്ള ഒരു വേര് താഴോട്ട് വളർന്നിരിക്കുന്നതായിട്ട് കാണാം. And several smaller roots have grown from that root. ഈ വേരിൽ നിന്നും പിന്നെ എന്താ നിങ്ങൾക്ക് ഈ മെയിൻ റൂട്ട് ഇതാണ് അല്ലേ? ഈ കട്ടിയുള്ള റൂട്ടിൽ നിന്നും കുറേ ചെറിയ ചെറിയ സ്മോളർ റൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്നിരിക്കുന്നതായിട്ടും കാണാം. ആൻഡ് ദ തിക്ക് റൂട്ട് ഈസ് ലോങ്. ഇതിൻ്റെ ഈ റൂട്ടിന് നല്ല നീളമുണ്ട് അല്ലേ? ഇത് നമ്മൾ മുളക് തൈയുടെ റൂട്ടിൻ്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് ലെറ്റ് us observe മുത്തങ്ങാസ് roots. Listen. What can you see? Several roots have grown from the base of the stem. അല്ലേ? ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ തൊട്ട് താഴെ നിന്ന് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് റൂട്ട്സ് വളർന്നതായിട്ട് കാണാം. ഓൾ റൂട്ട്സ് ആർ സിമിലർ. എല്ലാ വേരുകളും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ് അല്ലേ? പിന്നെന്താണ് ഇതിൻ്റെ പ്രത്യേകത? ദ റൂട്ട്സ് ആർ തിൻ അല്ലേ? വളരെ കട്ടി കുറഞ്ഞ റൂട്ട്സ് ആണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ. സോ ദീസ് ആർ ദ ടു ഡിഫറൻസ്. ഇത് തന്നെയാണോ നമ്മുടെ ടീച്ചർ ബിബീഷിന് പറഞ്ഞു കൊടുത്തതെന്നൊന്ന് നോക്കാം നമുക്ക്. ഓക്കെ. സോ ചിൽഡ്രൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിബീഷ് വുഡ് ഹാവ് നോട്ടീസ്ഡ്? അപ്പോൾ ബിബീഷ് നോട്ട് ചെയ്ത ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കാം? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. അപ്പോൾ നിങ്ങളോട് അതൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതാനാണ് പറയുന്നത്. ഓക്കെ. ഗോ ഫോർ ആൻ ഇക്കോ വാക്ക് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ പരിസരത്തേക്കൊന്ന് ഇറങ്ങുക. കളക്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. പലതരത്തിലുള്ള പ്ലാന്റുകൾ ശേഖരിക്കുക, ചെടികൾ ശേഖരിക്കുക. എക്സാമിൻ ദ പ്ലാന്റ്സ് ആൻഡ് ഒബ്സർവ് ദ റൂട്ട്സ് കെയർഫുള്ളി. എന്നിട്ട് ഓരോ ചെടിയുടെയും വേരുകൾ പരിശോധിക്കുക. നോട്ട് ഡൗൺ ദ പെക്യൂലിയർ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. എന്നിട്ട് ഓരോ ചെടിയുടെയും വേരിൻ്റെ പ്രത്യേകതകൾ കുറിച്ച് വെക്കുക. ഷോ ദിസ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഡിസ്കസ് ആൻഡ് ഡ്രോ പിക്ചേഴ്സ് ടു. എന്നിട്ട് അതിൻ്റെ ചിത്രം വരച്ച് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം കൂട്ടത്തിൽ മിസ്ന എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. യു ക്യാൻ സീ മിസ്നാസ് ഒബ്സർവേഷൻ നോട്ട്സ് ആർ ദെയർ. In one group of plants, a thick main root is seen growing from the base of the stem, and several smaller roots have grown from that root. The thick root is long. എന്താ മിസ്നയുടെ ഒബ്സർവേഷൻ? ഒരു ചെടിയുടെ വേര് ഇൻ വൺ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്, കുറേ ചെടികൾ മിസ്ന ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കൂട്ടം ചെടികളുടെ വേര് എ തിക്ക് മെയിൻ റൂട്ട് ഈസ് സീൻ ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. ആ വേരിൻ്റെ തണ്ടിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു കട്ടിയുള്ള ഒരു മെയിൻ വേര് വളർന്നിരിക്കുന്നതായിട്ട് കാണും. ആൻഡ് സെവറൽ സ്മോളർ റൂട്ട്സ് ഹാവ് ഗ്രോൺ ഫ്രം ദാറ്റ് റൂട്ട്. ആ വേരിൽ നിന്നും കുറേ കുഞ്ഞു കുഞ്ഞ് വേരുകൾ വേറെയും വളർന്നിട്ടുണ്ട്. ദ തിക്ക് റൂട്ട് ഈസ് ലോങ്. ആ നടുക്കുള്ള വലിയ റൂട്ട് കുറച്ച് നീളമുണ്ട്. ഇനി നോക്കൂ, മറ്റു സൈഡിലേക്ക് നോക്കൂ. ഇൻ അനദർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് സെവറൽ റൂട്ട്സ് ഹാവ് ഗ്രോൺ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. എന്താ പറയുന്നത്? മറ്റൊരു ഗ്രൂപ്പ് കുറേ ചെടികൾ വേരിൽ വ്യത്യാസമുള്ള കുറച്ച് ചെടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? സെവറൽ റൂട്ട്സ് ഹാവ് ഗ്രോൺ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. നേരെ തണ്ടിൻ്റെ താഴെ നിന്നും കുറേ വേരുകൾ ഒന്നിച്ചിങ്ങനെ താഴോട്ട് വളർന്നിരിക്കുകയാണ്. ഓൾ റൂട്ട്സ് ആർ സിമിലർ. എല്ലാ വേരുകളും സെയിം ആണ്. ദ റൂട്ട്സ് ആർ തിൻ. ആ റൂട്ട്സിന് വേരുകൾക്ക് വളരെ കട്ടി കുറവാണ്. അപ്പം നമ്മൾ ഇപ്പം മുത്തങ്ങയും അതുപോലെ തന്നെ മുളക് തൈയുടെ ചെടിയുടെ ഈ രണ്ട് ചെടികളുടെയും വേരുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കിട്ടിയതും ഇതേ ഒബ്സർവേഷൻ, ഇവർ ചെയ്ത ഇതേ ഒബ്സർവേഷൻ്റെ റിസൾട്ട് തന്നെയല്ലേ നമുക്കും കിട്ടിയത് അല്ലേ? സോ
അപ്പോൾ റീഡ് ദ നോട്ട്സ്, ഈ നോട്ട്സ് വായിക്കാനാണ് പറയുന്നത്. കമ്പയർ ദം വിത്ത് യുവർ ഒബ്സർവേഷൻ നോട്ട്സ്, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ നോട്ട്സുമായിട്ട് കമ്പയർ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്താണെന്ന്. നോക്കൂ, ഒബ്സർവ് ഫിഗർ 1 where there are similar roots among the roots you observed. നോക്കൂ, ഫിഗർ 1 നോക്കൂ, എന്താണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾ കാണുന്നത്? ഫിഗർ 2 ഒന്ന് പരിശോധിച്ച് നോക്കൂ, 2 റൂട്ടുകളും വ്യത്യാസമുണ്ട് അല്ലേ? ഇതിപ്പോൾ നമ്മൾ കണ്ട മുത്തങ്ങയുടെ റൂട്ടും അതുപോലെ തന്നെ ചില്ലി പ്ലാന്റിൻ്റെ അല്ലേ, ആ ചെടിയുടെ റൂട്ടും ഏകദേശം ഇതുപോലെ തന്നെയാണ് കാണുന്നത്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 റൂട്ട്സ് ഷോൺ ഇൻ ദ ഫിഗർ? ഈ 2 ചിത്രങ്ങളിൽ കാണുന്ന റൂട്ട്സിന് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫിഗർ 1-ലാണെങ്കിൽ എ തിക്ക് മെയിൻ റൂട്ട് ഈസ് ദെയർ ആൻഡ് സെവറൽ സ്മോൾ റൂട്ട്സ് ആർ ഗ്രോയിങ് ഫ്രം ദാറ്റ് തിക്ക് റൂട്ട് ആൻഡ് ദാറ്റ് തിക്ക് റൂട്ട് ഈസ് വെരി ലോങ് അല്ലേ? കട്ടിയുള്ള ഒരു വളരെ നീളമുള്ള ഒരു വേര് കാണാം. അതിൽ നിന്നും വളരെ കുഞ്ഞു കുഞ്ഞ് വേരുകൾ വേറെ വളർന്നിട്ടുണ്ട്. ആ കട്ടിയുള്ള റൂട്ടിന് നീളം കൂടുതലാണ്. ഫിഗർ 2-ലാണെങ്കിലോ സ്റ്റെമ്മിൻ്റെ താഴെ നിന്നും ഒരുപാട് വേരുകൾ വളർന്നിരിക്കുന്നതായിട്ട് കാണാം. അതെല്ലാം ഏകദേശം ഒരുപോലെയാണ് താനും. ആൻഡ് ദേ ആർ വെരി തിൻ അല്ലേ, വളരെ കട്ടി കുറഞ്ഞ നൈസായിട്ടുള്ള വേരുകളുമാണ് അല്ലേ? നോട്ട് ഡൗൺ ദ ഡിഫറൻസസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. ഒബ്സർവ് ദ റൂട്ട് സിസ്റ്റം ഇൻ ഫിഗർ 1. Don't you see a large root growing down from the stem? This root is called the tap root. Other small roots grow from this root. അപ്പം ഫിഗർ 1-ൽ കാണുന്ന ഈ റൂട്ടിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ലാർജർ ടാപ്പ് റൂട്ട് ആൻഡ് സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ലാർജർ ടാപ്പ് റൂട്ട് ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ഒരു ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ ഒരു വലിയൊരു ടാപ്പ് റൂട്ടിൻ്റെ മലയാളമാണ് തായ് വേര് എന്നാണ് പറയുക കേട്ടോ. മലയാളത്തിൽ തായ് വേര്, ടാപ്പ് റൂട്ട്. അപ്പം നടുക്ക് കാണുന്ന ആ കട്ടിയുള്ള സ്റ്റെമ്മിൻ്റെ താഴെ നിന്നും താഴോട്ട് വളരുന്ന കട്ടിയുള്ള നീളം കൂടിയ ആ മെയിൻ റൂട്ടിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയാം. അപ്പം ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ലാർജർ ടാപ്പ് റൂട്ട് ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ആ ടാപ്പ് റൂട്ടിൽ നിന്ന് കുറേ ബ്രാഞ്ച് പോലെ, ശാഖകൾ പോലെ വേറെ കുഞ്ഞു കുഞ്ഞു വേരുകളും വളർന്നിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ഗ്രോസ് മോർ ഡീപ്ലി. അതിന് മറ്റൊരു സവിശേഷതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ ട്രീയുടെ ചിത്രത്തിൽ നോക്കൂ. ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ഗ്രോസ് മോർ ഡീപ്ലി. ടാപ്പ് റൂട്ട് സിസ്റ്റം ഒരുപാട് ആഴത്തിലായിരിക്കും. അപ്പം ടാപ്പ് റൂട്ടുള്ള മരങ്ങളുടെ ഈ ഇപ്പം നമ്മളിവിടെ കണ്ടില്ലേ, ഫിഗർ 1-ൽ കണ്ടിട്ടില്ലേ, ഇത്തരത്തിലുള്ള റൂട്ട്സ് ഉള്ള ചെടികൾ അവയുടെ റൂട്ട്സ് മണ്ണിലേക്ക് ഒരുപാട് ആഴത്തിൽ വളരും. ഹെൻസ് ദീസ് റൂട്ട്സ് ഹോൾഡ് ദ പ്ലാന്റ് ഫേർമിലി ഇൻ ദ സോയിൽ. അപ്പം ഇത്തരം റൂട്ട്സാണ് ചെടികളെ അല്ലെങ്കിൽ ട്രീസ് ഏതായാലും അതിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത്. പ്ലീസ് എക്സാമിൻ ഫിഗർ 2 ചിൽഡ്രൻ. Figure 2, fibrous root system you can see here. Figure 2. Did you notice? You may have noticed such roots during an equivoque. How is it different from the taproot system you just read about? അപ്പം നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം ഇതിനുണ്ടോ? ഓഫ് കോഴ്സ് അല്ലേ. ഇതിൻ്റെ വേരുകളൊക്കെ ഏകദേശം സെയിം ആണ്. അത് വലിയ കട്ടിയൊന്നുമില്ല. അതുമാത്രമല്ല, എല്ലാ വേരുകളും, ഒരുപാട് വേരുകൾ സ്റ്റെമ്മിൻ്റെ താഴെ നിന്ന് വളർന്നു കിടക്കുന്നുണ്ട്. ഡു യു സീ എ തിക്ക് മെയിൻ റൂട്ട് ഇൻ ദിസ് റൂട്ട് സിസ്റ്റം? ഈ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ, ഫിഗർ 2 ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കട്ടിയുള്ള
വേര് കാണാൻ സാധിക്കുന്നുണ്ടോ? അതായത് ടാപ്പ് റൂട്ടിൽ നിങ്ങൾ കണ്ടു നീളം കൂടിയ റൂട്ടുണ്ട്, ഒരു വണ്ണമുള്ളൊരു റൂട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു ടാപ്പ് റൂട്ട്, ഒരു തായ് വേര് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇതിനകത്തുള്ള ഈ റൂട്ട് കാണാൻ ഇതിനകത്ത് കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? നോ. ഈസ് ദെയർ എനി ഡിഫറൻസസ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ബിറ്റ്വീൻ ദ റൂട്ട്സ് ഇൻ ഇറ്റ്? ഈ രണ്ട് റൂട്ടുകൾ തമ്മിൽ, അതായത് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലും ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലെയും റൂട്ടുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കെൻ യു സീ? കാണാൻ സാധിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് ദർ ആർ സെവറൽ ഡിഫറൻസസ് അല്ലേ? ധാരാളം വ്യത്യാസങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഫ്രം വേർ ദീസ് റൂട്ട്സ് അറൈസ്. റെക്കോർഡ് ദീസ് ഒബ്സർവേഷൻ ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. അപ്പോൾ നിങ്ങളോട് പറയാണ്, ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇൻക്ലൂഡ്സ് എ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. അപ്പോൾ എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇൻക്ലൂഡ്സ് എ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. കണ്ടോ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് എ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ്, ഒരേപോലെയുള്ള ഒരു കൂട്ടം വേരുകൾ, ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം, തണ്ടിൻ്റെ തൊട്ട് താഴെ നിന്നും വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം റൂട്ട് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ക്ലിയർ? Look at these pictures, children. Let us try to find out some plants that have fibrous root system. അപ്പോൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കോക്കനട്ട് ട്രീ, തെങ്ങിൻ്റെ വേരുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തെങ്ങിൻ്റെ വേരുകൾ നോക്കൂ, നാര് പോലെ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നത് കാണാം. പക്ഷെ അതിലെന്തില്ല? ടാപ്പ് റൂട്ട് ഉണ്ടാവില്ല. മനസ്സിലായോ? അത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. അരീക്കനട്ട് പാം, ഇത് അരീക്കനട്ട് പാം എന്ന് പറഞ്ഞാൽ കവുങ്ങ് അല്ലേ? കവുങ്ങിൻ്റെ വേര് കണ്ടോ? കവുങ്ങൊക്കെ പൊരിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ വേര് ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് അടിയിലേക്കുള്ള വേരും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ടാപ്പ് റൂട്ട് കാണാനുണ്ടാവില്ല. ബാംബു, മുളയുടെ വേര് കണ്ടോ? അപ്പം ലിസ്റ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. അപ്പം നിങ്ങളോട് പറയുകയാണ്, ടാപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ എഴുതാൻ വേണ്ടി പറയുകയാണ്. ഡ്രോ ദ പിക്ചർ ഓഫ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻ. അതുപോലെ നിങ്ങളോട് എന്തും പറയാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൻ്റെയും ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൻ്റെയും ഒരു പിക്ചർ നിങ്ങളുടെ സയൻസ് പുസ്തകത്തിലേക്ക്, നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനും പറയാണ്. സോ ചിൽഡ്രൻ, ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, let us see in another video. Okay, bye.